അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഹദീസ് ക്ലാസ് 3263. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് പല കാര്യങ്ങളും ചെയ്തിട്ട് എന്തുകൊണ്ട് ഉദ്ദേശിച്ച നേട്ടം ലഭിക്കുന്നില്ല എന്നതിനെക്കുറിച്ചാണ്. ദിക്റുകൾ ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, ഖുർആൻ ഓതുന്നു, ചിലപ്പോൾ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, പല ലക്ഷ്യവും മനസ്സിൽ കരുതുന്നു, എന്നിട്ടതൊന്നും നടക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, നിശ്ചയം അമലുകൾ സ്വീകരിക്കപ്പെടുന്നത്, ശരിയാകുന്നത് അത് നിയ്യത്തുകൾക്കനുസരിച്ചാണ്, നിയ്യത്തുകൾ കൊണ്ടാണ്. എന്താണോ ഇവൻ നിയ്യത്ത് വെച്ചത്, ലക്ഷ്യം വെച്ചത്, അത് കിട്ടിയിരിക്കും. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നിയ്യത്ത് എന്താണോ അതനുസരിച്ചായിരിക്കും അതിന്റെ പ്രതിഫലം കിട്ടുന്നത്. ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, നിശ്ചയം ഓരോ മനുഷ്യനും അവൻ കരുതിയത് മാത്രമേ ലഭിക്കൂ. എന്താണോ ലക്ഷ്യം വെച്ചത് അതേ ലഭിക്കൂ. ഫമൻ കാനത്ത് ഹിജ്റത്തുഹു, ആരുടെയെങ്കിലും ഹിജ്റയായാൽ, ഈ ഹദീസിന്റെ പശ്ചാത്തലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുന്ന സമയത്തുണ്ടായ സംഭവവികാസങ്ങളാണ്. അപ്പൊ ആ സമയത്താണ് ഇത് പറയുന്നത്. പക്ഷെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇത് ബാധകമാണ്. നബി തങ്ങൾ പറയുന്നു, ഹിജ്റ പോകുന്നത് കൊണ്ട് ഒരാളുടെ ലക്ഷ്യമാണെങ്കിൽ ഇല ദുനിയാ യുസൈബുഹ, അവൻ കിട്ടുമെന്ന് കരുതുന്ന ദുനിയാവ് ലക്ഷ്യം വെച്ചാണ് ഹിജ്റ പോകുന്നത് എങ്കിൽ, ഔ ഇലംറഅതി യൻകിഹുഹ, അല്ലെങ്കിൽ അവൻ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീയെ ലക്ഷ്യം വെച്ചാണ് ഹിജ്റ പോകുന്നതെങ്കിൽ, ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അപ്പോൾ അവന്റെ ഹിജ്റ അവൻ എന്തൊന്ന് ലക്ഷ്യം വെച്ചോ ആ ലക്ഷ്യത്തിലേക്കാണ്. അത് കിട്ടിയിരിക്കും. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടൂല. അപ്പൊ നമ്മൾ ഏത് പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും, നിസ്കരിക്കുകയാണെങ്കിലും, നോമ്പെടുക്കുകയാണെങ്കിലും, ദിക്ർ ചൊല്ലുകയാണെങ്കിലും, സ്വലാത്ത് ചൊല്ലുകയാണെങ്കിലും, നമ്മുടെ ലക്ഷ്യം എന്താണോ, നമ്മുടെ ഉദ്ദേശം എന്താണോ, നിയ്യത്ത് എന്താണോ അതനുസരിച്ചായിരിക്കും പ്രതിഫലം. അള്ളാഹുവിന്റെ പ്രീതി കാക്ഷിച്ച് ചെയ്താൽ തീർച്ചയായും അത് കിട്ടിയിരിക്കും. നിസ്കരിച്ചാൽ മനുഷ്യന് തെറ്റുകളിൽ നിന്ന് മാറിക്കാൻ കഴിയും. അപ്പൊ നിസ്കാരത്തിന്റെ നിയ്യത്ത് നന്നായാൽ, അള്ളാഹുവിന് വേണ്ടിയിട്ടായാൽ, ജനങ്ങൾ കാണാൻ വേണ്ടിയല്ല, ആരെയും ബോധ്യപ്പെടുത്താനല്ല, അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടും. നോമ്പിൻ്റെതും അങ്ങനെ തന്നെ. പലപ്പോഴും പലരും പറയാറുണ്ട്, ചില ലക്ഷ്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് ദിക്ർ ചൊല്ലിയിട്ടും ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ നിസ്കരിച്ചിട്ടും ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്ന്. എന്തുകൊണ്ടായിരിക്കും അത്? നിയ്യത്ത് ദുന്യവിയായ രൂപത്തിൽ മാത്രമാവുകയും ലക്ഷ്യം നന്നാവാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഏറ്റവും ആദ്യം കരുതേണ്ടത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. ഇബാദത്താണോ ചെയ്യുന്നത്, അള്ളാഹുവിൻ്റെ തൃപ്തി ആദ്യം കരുതണം. അള്ളാഹുവിൻ്റെ ലക്ഷ്യത്തിൽ, അള്ളാഹുവിന് വേണ്ടി എന്ന നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതോടൊപ്പം അതിൻ്റെ മറ്റു നേട്ടങ്ങൾ നമുക്ക് മനസ്സിൽ കരുതാം. അങ്ങനെയെങ്കിൽ നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടും. ഏത് കാര്യം ചെയ്യുമ്പോഴും ലക്ഷ്യം നന്നാകണം. അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിക്കാതെ, അള്ളാഹുവിന് വേണ്ടി എന്ന നിയ്യത്ത് വെക്കാതെ വെറും ദുന്യവിയായ ചില ഭൗതിക നേട്ടങ്ങൾ മാത്രമാണ് കരുതുന്നതെങ്കിൽ ഒരുപക്ഷെ അത് നടന്നിരിക്കും, ചിലപ്പോൾ അത് നടക്കാം, പക്ഷെ സമ്പൂർണത കിട്ടില്ല. സമ്പൂർണത കിട്ടണമെങ്കിൽ ദുന്യാവിലും ആഖിറത്തിലും പ്രതിഫലം കിട്ടണം. അത് അള്ളാഹുവിന് വേണ്ടി എന്ന നിയ്യത്ത് ഉണ്ടാകുമ്പോഴാണ്, ലില്ലാഹി എന്ന നിയ്യത്ത് വെച്ച്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് സമ്പൂർണത നമുക്കതിൽ ലഭിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ദുന്യവിയായ കാര്യവും പൂർത്തീകരിക്കപ്പെടും, ഉഖ്റവിയായ ലക്ഷ്യവും പൂർത്തീകരിക്കപ്പെടും. അപ്പം ഏത് കാര്യം ചെയ്യുമ്പോഴും നിയ്യത്ത് നന്നാക്കുക. ആരെങ്കിലും നമ്മോട് പറഞ്ഞു ഇന്ന സ്വലാത്ത് ചൊല്ലിയാൽ ഇന്ന കാര്യം നടക്കും, അല്ലെങ്കിൽ ഇന്ന ദിക്ർ ചൊല്ലിയാൽ ഇന്ന കാര്യം നടക്കും എന്ന് പറയുമ്പോൾ നമ്മൾ അള്ളാഹുവിന് വേണ്ടി എന്ന നിയ്യത്തോടുകൂടെ തന്നെ എൻ്റെ ഇന്ന കാര്യവും പൂർത്തീകരിക്കണം. അത് ആ നിയ്യത്ത് അതിൻ്റെ കൂടെ ഉണ്ടായിക്കോട്ടെ. പക്ഷെ അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്കതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അനിവാര്യമാണ്. എങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും. അള്ളാഹു തആല അത്തരത്തിൽ നിയ്യത്ത് നന്നാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.